2013 മാർച്ച് 13 സിസ്റ്റൈൻ ചാപ്പലിന്റെ ചിമ്മിനിയിൽ നിന്ന് വെളുത്ത പുകയുയർന്നപ്പോൾ ഒരു ചെറിയ പെട്ടിയുമായി കോൺക്ലേവിനെത്തിയ കർദിനാൾ ജോർജ് ബർഗോളിയോ നിറമെഴികളോടെ നിന്നു. ഹർഷാരവങ്ങൾക്കിടയിൽ ബ്രസീലിൽ നിന്നുള്ള കർദിനാൾ ക്ലൗദിയോ ഹമ്മസ് അയാളുടെ കാതുകളിൽ മന്ത്രിച്ചു, പാവങ്ങളെ മറക്കരുത്. അതുകൊണ്ട് തന്നെ മറ്റാരും എടുക്കാൻ ധൈര്യപ്പെടാതിരുന്ന പേര് പാപ്പ തിരഞ്ഞെടുത്തു, ഫ്രാൻസിസ്. എന്നിട്ട് വത്തിക്കാൻ ചതുരത്തിൽ ഒരുമിച്ചുകൂടി ആയിരങ്ങൾക്ക് മുൻപിൽ തലകുനിച്ച് ആശീർവാദം സ്വീകരിച്ചു. പിന്നെ അയാളുടെ ഓരോ പ്രവൃത്തിയിലും മിന്നിമറഞ്ഞത് ക്രിസ്തു തന്നെയായിരുന്നെന്ന് ലോകം അടക്കം പറഞ്ഞു. 2 പതിറ്റാണ്ടിനിടയിൽ ഒരിക്കൽ പോലും സ്വന്തം നാട്ടിലേക്ക് മടങ്ങിയതുമില്ല. കഴിഞ്ഞ 47 വർഷമായി എന്നും പ്രഭാതത്തിൽ പാപ്പ ചൊല്ലിയിരുന്ന പ്രാർത്ഥനകളിൽ ഒന്നിതായിരുന്നു, വിശുദ്ധ തോമസ് മൂറിൻ്റെ നല്ല നർമ്മത്തിനായുള്ള പ്രാർത്ഥന. ദൈവമേ, എനിക്ക് നർമ്മബോധം നൽകുക, അത് ആസ്വദിക്കാനും പിന്നെ ആ നർമ്മം മറ്റുള്ളവരുമായി പങ്കുവെക്കുവാനും അനുഗ്രഹിക്കുക. മരിക്കുമ്പം നിങ്ങളുടെ കുഴി വെട്ടുന്നോൽ പോലും കരഞ്ഞു പോകും വിധം അത്രമേൽ ഹൃദ്യമായി ജീവിക്കണമെന്ന് എഴുതിയത് ആരാണ്? അങ്ങനെ ഒരാളിവിടെ ജീവിച്ചു, മരിച്ചു.